ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 32 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവർ ഗെത്സമന എന്ന സ്ഥലത്ത് എത്തി. യേശു ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുന്നത് വരെ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹം ദുഃഖവിവശനും വ്യാകുലനാകുവാൻ തുടങ്ങി. എന്റെ പ്രാണനിൽ ദുഃഖം നിറഞ്ഞു കവിഞ്ഞിട്ട് ഞാൻ മരണാസന്നനായിരിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഇവിടെ ഉണർന്നിരിക്കുക എന്ന് അവരോട് പറഞ്ഞു. പിന്നെ യേശു അല്പം കൂടെ മുന്നോട്ട് ചെന്ന സ്ഥലത്ത് വീണു. കഴിയുമെങ്കിൽ ആ മണിക്കൂറുകൾ തന്നിൽ നിന്ന് നീങ്ങിപ്പോകാനായി പിതാവിനോട്, അബ്ബാ പിതാവേ, അവിടുത്തേക്ക് സകല സാധ്യമാണല്ലോ. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ. എങ്കിൽ എൻ്റെ ഇഷ്ടം പോലെയല്ല, അവിടുത്തെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം യേശു ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങി വന്ന് ഉറക്കത്തിൽ ആണ്ടുപോയ ശിഷ്യന്മാരോട് കണ്ടിട്ട് അദ്ദേഹം പത്രോസിനോട്, ശീമോനെ, നീ ഉറങ്ങുന്നത് 1 മണിക്കൂർ പോലും ഉണർന്നിരിക്കാൻ നിനക്ക് കഴിയുന്നില്ലയോ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആത്മാവ് സന്നദ്ധം എന്നാൽ ശരീരമോ ദുർബലം. ഒരിക്കൽ കൂടി അദ്ദേഹം പോയി അവരെ പ്രാർത്ഥിച്ച് അതേ വാക്കുകൾ തന്നെ പറഞ്ഞു. പ്രാർത്ഥിച്ച് അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ നിദ്രാഭാരം കൊണ്ട് അവർ പിന്നെയും ഉറങ്ങുന്നത് കണ്ട് അദ്ദേഹത്തോട് എന്ത് വിശദീകരണം നൽകണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം 3-ാം പ്രാവശ്യം തിരിച്ചു വന്നു അവരോട്, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? മതി, മനുഷ്യപുത്ര പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്ന സമയം ഇതാ വന്നിരിക്കുന്നു. എഴുന്നേൽക്ക, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ഇതാ ഇവിടെ എന്ന് പറഞ്ഞു.